കൊടിയത്തൂരും പരിസരത്തുമുള്ള ഒരുപാട് അധ്യാപകരുടെയും പണ്ഡിതന്മാരുടെയും ഒരു ഗുരു കൂടിയാണ് അബ്ദുൽ ഖൈർ മൗലവി. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒരുപാട് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെന്ന്. 60-കൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കുറച്ചുകൂടി ആളുകളൊക്കെ അതിൽ പോവുകയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ അബ്ദുൽ ഖൈർ മൗലവിയാണ് പിന്നെ അടുത്തതായിട്ട് അത് ആ ബാറ്റനെ ഏറ്റെടുത്ത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ കുറച്ചധികം പറയും. എന്നുവെച്ചാൽ അദ്ദേഹം കൊടിയത്തൂരിൽ ദർസ് നടത്തുന്നത് എൻ്റെ SLC ഒക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ഞാൻ ദേവഗിരി കോളേജിലാണ് പഠിക്കുന്നത്. അദ്ദേഹം ദേവബന്ധിൽ വെച്ച് PG കഴിഞ്ഞ് MA പാസ്സായി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറുദു ഭാഷ നന്നായിട്ട് അറിയാം, പേർഷ്യൻ ഭാഷയും അറിയാം. പിന്നെ നല്ല പ്രഭാഷകനാണ്, നല്ല കാര്യമാണ്. ഈണത്തിൽ അദ്ദേഹത്തിന് കവിതകൾ ചൊല്ലാനറിയാം. അപ്പോൾ അദ്ദേഹം കൊടിയത്തൂർ നടത്തിയൊരു വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ മുദർസികൾ കുറേ വിദ്യാർത്ഥികളെ കൂടെ കൊണ്ടുവരികയും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഒന്നിച്ച് താമസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദർസാണല്ലോ നടത്തുക. അത് ആ നാട്ടിലെന്തോ ഉപകാരം ചെയ്യും. ഒരു പക്ഷേ ഒരു 2-4 ആളുകൾ മാത്രമായിരിക്കും അതിൽ പഠിക്കാൻ വരിക, ബാക്കിയുള്ളതൊക്കെ പുറത്തുള്ളവരായിരിക്കും. അപ്പോൾ ഇദ്ദേഹം വന്ന ശേഷം ചെയ്തത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുന്ന ആളുകളെ, പഠന താല്പര്യമുള്ള ആളുകളെ രാത്രി സമയങ്ങളിലും അതുപോലെ ഒഴിവ് ദിവസങ്ങളിലും ക്ലാസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ ഒരു 10-30 വിദ്യാർത്ഥികളെങ്കിലും അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ താമസിച്ച് പഠിച്ചിരുന്നത് ഒരു 10-30 വിദ്യാർത്ഥികൾ പറയുന്നുണ്ടാവും. ഈ ക്ലാസ്സുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവന. അതിൽ പലപ്പോഴും ഈ ഖാദി അബ്ദുൽ അസീസ് മൗലവിയും ക്ലാസ് എടുക്കാൻ വേണ്ടി ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ 2 ബാച്ചായിട്ടൊക്കെ 2 ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മതവിദ്യാഭ്യാസം കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സുബൈ സമയത്ത് സുബൈൻ്റെ ശേഷം അദ്ദേഹം ഒരു ക്ലാസ് നടത്തും പള്ളിയിൽ ജുമാക്ക് വരുന്നതിൻ്റെ ഇതിലും കുറച്ച് ആളുകൾ അധികം ഉണ്ടാവും. അതിൽ അത്ര അധികം ആളുകൾ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയത്തിൽ ഇക്ബാലിൻ്റെയും ഹാലിയുടെയും ഉറുദു കവികളാണ്. അവരുടെയൊക്കെ ഈ ഈരടികൾ വളരെ ഭംഗിയായിട്ട് ആലപിക്കും സന്ദർഭത്തിനനുസരിച്ച്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പിന്നെ വരുന്ന സമയത്ത് പറയും ആ കവിതയുടെ അർത്ഥം പറയായിരുന്നു കൃത്യമായിട്ട്. അപ്പോൾ ഉറുദുവിനോടൊരു താല്പര്യം തോന്നാൻ കാരണം അതാണ്. അത് ഉറുദു എൻ്റെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇതായി മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കമിടുന്നതിനോടാണ് ഞാൻ അദ്ദേഹത്തോടുള്ള കടപ്പാട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, താങ്കളൊരു ഉറുദു അധ്യാപകനായിട്ടാണ് വിരമിച്ചത് എന്നൊരുപാട്. കാരണം കുട്ടിക്കാലം പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും ഒരു ഉറുദു പഠിച്ചു, പിന്നെ ഉറുദു അധ്യാപകനായി. ഒരു അധ്യാപകൻ എന്ന ഒരു ഭാഗവും കൂടി ഉണ്ടായിരുന്നു. അതെ, സ്വാഭാവികമായിട്ട് അത് വന്നു. അതിലേക്ക് നയിച്ചത് അതെന്താന്ന് വെച്ചാൽ, അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഉറുദു പഠിക്കുക. ഉറുദുവിന് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ പഠിക്കുക. സ്വാഭാവികമായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ട് അദ്ദേഹം പഠിപ്പിക്കാനൊന്നും തയ്യാറായില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞൊരു കുറേ കവിതകളുടെയൊക്കെ. അപ്പോഴാണ് കേരള ഗവൺമെൻറ് ഉറുദു പരീക്ഷ, ലോവർ ഹയർ പരീക്ഷ പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മളെ അവിടുത്തെ കുറച്ച് ആളുകൾ, വിദ്യാഭ്യാസത്തിലൊക്കെ താല്പര്യമുള്ള കുറച്ച് ആളുകൾ, നമ്മളെ മമ്പാട് കോളേജ് ലെക്ചറൊക്കെ ആയിരുന്ന അബ്ദുറഹ്മാൻ സാഹിബ്, പിന്നെ ആലിക്കോയ സാഹിബ്, ഇവരെ കൂടിയിട്ട് അവിടെ ഒരു ഉറുദു ക്ലാസ് നടത്താൻ തീരുമാനിച്ചു. രാത്രി സമയങ്ങളിലാണ് ആ ക്ലാസ്. ആ ക്ലാസ്സുകളിൽ പോയപ്പോൾ അബ്ദുൽ ഖൈർ മൗലവിയുണ്ട്, പിന്നെ ചേന്നമല്ലൂരുടെ ഒരു NT ഷുക്കൂർ മൗലവി, അദ്ദേഹം ഈ 2 പേരായിരുന്നു അവിടെ ക്ലാസ് എടുത്തിരുന്നത്. അങ്ങനെ 71 ലോവർ പരീക്ഷ നടന്നപ്പോൾ ഞങ്ങളത് പരീക്ഷയ്ക്ക് എഴുതി. കൊടിയത്തൂരിൽ പരീക്ഷയ്ക്ക് എഴുതിയ ഞങ്ങൾ 8 പേര് എഴുതിയത്. അത് യാദൃശ്യമായിട്ടായിരിക്കും ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്റ്റേറ്റ് ലെവലിൽ റിസൾട്ട് വന്നപ്പം 1ാം റാങ്ക് എനിക്കും 2ാം റാങ്ക് നമ്മുടെ സുഹൃത്ത് അബ്ദുൽ ഗഫൂർ സാഹിബ് ആഷിഖാണ്. ഹയർ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഹയർ പരീക്ഷ. ഈ 2 ബാച്ചായല്ലോ കുട്ടികൾ, ലോവറിലും ഹയറിലും വന്നു. അത്യാവശ്യം നല്ല കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, ലോവർ പരീക്ഷയിൽ വന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്നെയും ഗഫൂർ മാഷയും ഈ മാനേജ്മെൻറ്റ് നിർബന്ധിച്ചു. അപ്പോൾ ഞങ്ങളതിന് കുറച്ചുകൂടി
ഒന്നിച്ച് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കുറച്ചുകൂടി പഠിപ്പിക്കാൻ തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഹയർ പരീക്ഷയുടെ സിലബസിലും ചിലതൊക്കെ ഞങ്ങൾ തന്നെ പഠിപ്പിക്കേണ്ടി വന്നു. ആ പരീക്ഷയിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്കും എനിക്ക് സെക്കൻഡ് റാങ്കും കിട്ടി. തൊട്ടടുത്തുള്ള അതിൻ്റെ ശേഷം യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിയപ്പോഴും റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഉറുദു അപ്പോഴേക്ക് നമ്മുടെ ഒരു എന്താണ് ഹൃദയത്തിൻ്റെ ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. രക്തത്തിൽ അതെ എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള ഒരു ചെറിയ ചില ഈ ആദിയാനിയാണ് ഈ ഇസ്ലാമിന് പുറത്താണെന്നുള്ള മദ്രസയിൽ നിന്ന് കിട്ടിയുള്ള വിവരം, അതിനുശേഷം കൊടിയത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, പിന്നീട് ഉറുദുവിലേക്ക് എത്തുന്നു. ആ ഉറുദു ഭാഷ സ്വാഭാവികമായിട്ടും അഹമ്മദിയ ജമാഅത്തിൻ്റെ ഒരു ഭാഷയാണ്. ആ ഭാഷ കൂടി നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ഈ കൊടിയത്തൂർ നടക്കുന്ന സംവാദങ്ങൾ, അതിൽ KC-യുടെയും അബ്ദുൽ അസീസ് മൗലവിയുടെയും പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുടെ വരവും അവിടെ നടക്കുന്ന ഒരുപാട് ചർച്ചകൾ, ഇതെല്ലാം കൂടി സ്വാഭാവികമായിട്ടും അഹമ്മദിയ ജമാഅത്തിലേക്ക് അതിനെക്കുറിച്ചുള്ള അഗാധമായൊരു പഠനത്തിലേക്കുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഒരു പരിധി വരെ. അവിടെ ഒരു ചെറിയ സ്റ്റെപ്പുണ്ട്, ഞാനത് പറയാം. അതായത് അബുൽ ഖൈർ മൗലവി ഉറുദു പഠിച്ചു എന്നതിലപ്പുറം ദേവബന്ദിൽ പഠിച്ചു എന്നുള്ളൊരു പ്രത്യേകത. ദേവബന്ദ് പറഞ്ഞാൽ ഇന്ത്യയിൽ പിന്നെ കാദ്യാനിസത്തിൻ്റെ എതിരിൽ ഒരുപാട് പുസ്തകം പ്രസിദ്ധീകരിച്ചവരാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പഠിക്കുന്ന കാലത്തും അതിൻ്റെ തുടക്കം, അതായത് അവിടെയുള്ള കുറച്ച് മൗലാനമാർ എഴുതിയുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ മതവിദ്യാഭ്യാസത്തിൽ അവഗാഹവും. അദ്ദേഹം കൊടിയത്തൂരിൽ വന്നപ്പം കൊടിയത്തൂരിൽ അന്ന് പ്രഭാഷണങ്ങൾ നടക്കും ഇടയ്ക്കിടയ്ക്ക്. ആ പ്രഭാഷണങ്ങൾ ഇദ്ദേഹം ശ്രദ്ധിക്കുകയും കുറച്ച് ശിഷ്യന്മാരെ ഉപയോഗിച്ച് അത് എഴുതിയെടുക്കുകയൊക്കെ ചെയ്തു. അതിന് സുപ്രധാനമായ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം നോട്ട് ചെയ്യുകയും അതിന് മറുപടി ബോർഡിൽ എഴുതിയിട്ട്, ബ്ലാക്ക് ബോർഡുകളിൽ 1 or 2 ബ്ലാക്ക് ബോർഡുകളിൽ എഴുതിയിട്ട് കൊടിയത്തൂർ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇവർക്ക് വല്ലാതെ അലോസരം ഉണ്ടാക്കി. വ്യത്യസ്തമായൊരു ഐറ്റമാണ്. വ്യത്യസ്തമായ രീതി. കാരണം അദ്ദേഹത്തിന് അവിടെ പോയി പ്രസംഗിച്ചാൽ മതി, പക്ഷെ പ്രസംഗം നടത്തിയാൽ അതിങ്ങനെ തുടരുമല്ലോ. അപ്പോൾ കിട്ടുന്ന ചെറിയ സ്ലോട്ടുകൾ വെച്ചിട്ട് ഇദ്ദേഹം അതിന് മറുപടി എഴുതി അവിടെ കൊണ്ടുപോയി വെക്കും. ഞങ്ങളൊക്കെ തന്നെയായിരുന്നു കൊണ്ടുവെക്കുക. അങ്ങനെ ഇരിക്കെ രസകരമായൊരു സംഭവം ഉള്ളത്, ഒരു യൂസുഫ് മൗലവി ഉണ്ട്, അവർ കരളായിക്കാരനാണ്. അദ്ദേഹമാണ് അന്നത്തെ അവിടുത്തെ മുഖ്യ പ്രഭാഷകൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് തെളിവ് പറയുന്നതിനപ്പുറം തെളിവ് പറയാനായി കഴിയില്ല. പക്ഷേ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയും, സഹോദരന്മാരെ ഈസാനബി മരിച്ചു പോയിട്ടോ എന്ന്. അപ്പോൾ ഇദ്ദേഹം അത് തന്നെ ഒരു ഹെഡിങ് എഴുതിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ കരഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ തെളിവെന്താണെങ്കിൽ അത് ആണ് സമർപ്പിക്കേണ്ടത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ലാ നബിയ വഅദി അബദ എന്നുള്ളതിനൊക്കെ മറുപടി പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഞങ്ങൾക്കൊക്കെ തന്നെ തോന്നി ഇതിങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് കാദിയാരുമായിട്ട് സമ്മതം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവിടെ സംഘടിപ്പിച്ചു. അതിൽ അദ്ദേഹം കുറേ വിഷയം പറഞ്ഞു. അതിൽ അബുൽ ഖൈർ മൗലവി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിന്നെ ഒരു അറബിക്ക് എനിക്ക് ശേഷം നബി ഇല്ല എന്നെങ്ങനെ പറയാൻ കഴിയും അറബി ഭാഷയിൽ? അങ്ങനെ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിലും ആ വാക്കവിടെ പറയണമല്ലോ, ആ വാക്യം അതെങ്ങനെ പറയാൻ കഴിയും ചോദിച്ചപ്പോൾ ഇദ്ദേഹം പിറ്റേ ദിവസം കൊടുത്ത മറുപടി എന്താണെന്നറിയാം? അയാൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞ് ഇനിയിപ്പോൾ എന്നോട് തോൽപ്പിക്കാനുള്ളൊരു ചോദ്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത്, ഒരു അറബിക്ക് അതെങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ അദ്ദേഹം പറഞ്ഞു ലാ നബിയ ബഅദി അബദ എന്ന് പറയണമെന്ന്. അപ്പോഴേ അതിന് പോകും. അപ്പോൾ അങ്ങനെ ഒരൊറ്റ ഹദീസും ഇല്ലല്ലോ. പിറ്റേ ദിവസം അബുൽ ഖൈർ മൗലവി അങ്ങോട്ട് എന്ന് വെച്ചാൽ വളരെ രസകരമായിട്ട് ആ വിഷയം അവതരിപ്പിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അബദ് മൗലവി എന്നുള്ള പേര് വരെ വീണു. യൂസുഫ് മൗലവിൻ്റെ കൊടിയത്തൂരിലേക്ക് കുറേ കാലം വന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്, എല്ലാവർക്കും അറിയുന്നത്. കാരണം പ്രസംഗിക്കാൻ വേണ്ടി വന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇത് 70-ൻ്റെ തുടക്കത്തിലായിരിക്കും, അല്ലെങ്കിൽ 69-ലൊക്കെ ആവാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് വേറൊരു അനുഭവം ഉണ്ടായത്. എൻ്റെ സുഹൃത്ത് നമ്മളെ അഞ്ചുമൻ ഷായത്തിൻ്റെ ആദ്യത്തിൽ
പ്രസിഡൻ്റൊക്കെ ആയിരുന്ന കാക്കിരി അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാവരോടും ഒരു വളരെ സരസമായിട്ടും ഒക്കെ സംഗതി അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന സംസാരത്തിൽ പോലും അങ്ങനെയാണല്ലോ. അങ്ങനെ ഞങ്ങളൊരു ദിവസം എൻ്റെ ഉപ്പ അബ്ദുസലാം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോണ്ട് കൊടിയത്തൂർ ഒരാൾ വന്നിറങ്ങുന്നു ബസ്സിൽ. അപ്പോൾ ഇയാളടുത്ത് പെട്ടിയും വേണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളങ്ങോട്ട് ചെന്ന് ആ പെട്ടിയൊക്കെ എടുത്ത് എവിടെയൊക്കെ പോകണമെന്ന് വെച്ച് പറഞ്ഞ് ഞാൻ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്, ഇവിടെ താമസിക്കാനാണ്. അപ്പോൾ അയാളൊരു തമിഴ് ചൊവ്വയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ ആരാന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ താമസിക്കുകയും ഒരു മലയാളി കുടുംബമാണ്. അവർ NITയിൽ അന്ന് REC ആണ്. RECയിൽ ഇദ്ദേഹത്തിന് പിന്നെ BTech അത് പഠിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ അവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്നതിന് പകരം ഇയാളെ വാപ്പ കൊണ്ടുവന്നിട്ട് കൊടിയത്തൂരിൽ താമസിപ്പിക്കുക. അപ്പോൾ കാരണം അന്വേഷിക്കുമ്പോൾ ഇയാൾ അഹമ്മദിയാണ്, അത് കബീർ എന്നാണ് പേര്. അപ്പോൾ ഇയാളെല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പായുടെ ഒരു പ്രഭാഷണം നടന്നപ്പോൾ ഇയാളും അത് കേട്ടിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഇയാളോട് സംസാരിച്ചപ്പം അയാൾ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, എൻ്റെ വാപ്പ അഹമ്മദിയാണ്. അപ്പോൾ അങ്ങനെ ഇയാളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. ഞങ്ങൾ അബുൽ ഖൈർ മൗലവിയായിട്ട് പോയി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിനിടയിൽ ഒരു റമദാൻ വന്നു. ആ റമദാനിൽ കഴിഞ്ഞു പെരുന്നാളിൻ്റെ മാസപ്പിറവി എല്ലാവരും കണ്ടെന്ന് അങ്ങനെ എല്ലാവരും കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്നൊക്കെ എല്ലാവരും കണ്ടു. ആ സമയത്ത് ഇയാളും കണ്ടു. അങ്ങനെ അയാൾ അന്ന് മരുസ്കാരം കഴിഞ്ഞ് ഇഷാനമസ്കാരത്തിന് ചെന്നപ്പോൾ അവിടെ ഇഷ കഴിഞ്ഞപ്പോൾ തറാവീസ്കൊക്കെ പിറ്റേന്ന് പെരുന്നാളാകുമ്പോൾ തറാവീസ്കാരം ഉണ്ടാവില്ല. ഇയാൾ ചോദിച്ചു, എന്തിനാണ് തറാവീസ്, നാളെ ഈദല്ലേ? ഇവിടെ പറഞ്ഞ് നമ്മൾ ഖലീഫൻ്റെ അറിവ് കിട്ടിയിട്ടില്ല, അപ്പോൾ നമ്മൾ നിസ്കരിച്ച് പോകാറ് നേരെ വിളിക്കുന്നതിന് മുമ്പ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ എങ്ങനെ കിട്ടുക? ഇന്നത്തെ മാതിരി നമുക്ക് റേഡിയോ തന്നെയും കിട്ടും. ഇത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടുക? അതേതായാലും ഇനി വല്ല ഫോൺ സന്ദേശം വല്ല കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഇയാൾ പോകുന്ന രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ നോമ്പുകാരാണ്. അത് ഇയാൾക്ക് പറ്റിയില്ല. അയാൾ പിറ്റേന്ന് അങ്ങാടി കൂടെ സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അത് ഇവർക്കും പറ്റിയില്ല. അങ്ങനെ അവർ തമ്മിൽ വലിയ വാഗ്വാദമൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ അതിൽ ഇടപെട്ടു. അപ്പോൾ അയാളും കണ്ടിട്ടുണ്ട് മാസപ്പിറവി, നമ്മളൊക്കെ അതും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ആലോചിക്കേണ്ടിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് മൂപ്പർ കെട്ടും പണ്ടുമായിട്ട് REC പോയി. അവിടെ റൂം എടുത്ത് ഇവർ കൊണ്ട് വിട്ടുപോയി. പക്ഷേ അദ്ദേഹത്തെ പിന്നെയും പിന്തുടർന്നിട്ട് പിന്നെ എഴുത്തുകുത്തുകളിലൂടെയൊക്കെ ആയിട്ട് ഈ കാക്കിരി മൂപ്പരത് മാറ്റിയെടുത്തു. അങ്ങനെ അയാൾ ഒരുപക്ഷെ ഈ പ്രവർത്തനത്തിന് ആദ്യമായിട്ട് ഒരു അഹമ്മദിയെ തിരിച്ചു കിട്ടുന്നത് പിന്നെ അതിന് കാരണം അയാൾ തന്നെ ആ കാര്യത്തിൽ ഇതായിരുന്നൊരു നമുക്ക് അതിൻ്റെ ഇടയിലുണ്ടായ ഒരു അനുഭവം. ഇടക്കാലത്ത് പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ഈ അബുൽ ഖൈർ മൗലവിയുടെ തിരിച്ചുപോക്കും ആ ഒരു സന്ദർഭത്തിലായിരിക്കാം കൊടിയത്തൂരിനെ പണ്ഡിതന്മാർ ഒന്ന് അവഗണിച്ച പോലെ തോന്നുന്നു. അന്നാണ് ഇവരുടെ വളർച്ച ഉണ്ടായത്. അവർ വേണ്ടത്ര അതിനൊരു കാരണം 70 അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ KC അബ്ദുള്ള മൗലവി ജമാഅത്തിൻ്റെ അമീറായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം അത് മറ്റൊരു ഇതിലേക്ക് വന്നല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ബാഹുല്യം കൊണ്ട് അദ്ദേഹത്തിന് ഇത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെയുള്ളത് ഈ പറയുന്ന ആളുകൾ, ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ മാതിരി MCC ബ്രദേഴ്സൊക്കെ അന്ന് കൊടിയത്തൂരിൽ തമ്പടിച്ചിരുന്നു, ഇവരോട് സംസാരിക്കാണ്ടായിരുന്നു. അവരൊക്കെ ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ അവരിങ്ങോട്ട് കൊടിയത്തൂർ നല്ല ഖാദിയാനി കേന്ദ്രങ്ങൾ ഓരോ പ്രത്യേക സൊസൈറ്റിയായി മാറിയ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്.